പണം മനുഷ്യനെ മാറ്റുന്ന ഈ കാലത്ത് വഴിയിൽ കിടന്ന് കളഞ്ഞു കിട്ടിയ 2,40,000 രൂപ യഥാർത്ഥ ഉടമയെ കണ്ടെത്തി തിരികെ നൽകിയ ഒരു സാധാരണ മനുഷ്യൻ. മാവേലിക്കര വെട്ടിയാർ സ്വദേശി MK ശാമുവേലാണ് നമ്മളോടൊപ്പം ഇന്നുള്ളത്. നമസ്കാരം. എന്നാണ് ഈ സംഭവം നടന്നത്? ബുധനാഴ്ച വൈകിട്ട് 5:45 ഞാൻ നടക്കാൻ പോയിട്ട് വരുമ്പോൾ വെട്ടിയാർ പാലത്തിൻ്റെ പടിഞ്ഞാറേ വശത്തു നിന്ന് എനിക്ക് റോഡിൽ നിന്ന് കുറച്ച് നോട്ട് കെട്ട് കിട്ടി. ഇത് പണം ആദ്യമായിട്ട് നോട്ട് കെട്ട് കണ്ടപ്പോൾ മനസ്സിൽ ആദ്യം കടന്നുപോയി? ആദ്യം ഒരു കെട്ട് കണ്ടുകൊണ്ട് ഞാൻ കുടയും കൊണ്ടാവുന്നു തട്ടിയപ്പോഴേ അത് മറിഞ്ഞു വന്നപ്പോൾ അതിന് പൈസയാണെന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ഉടനെ തന്നെ ഞാനത് എൻ്റെ കയ്യിലിങ്ങെടുത്തു. കയ്യിലിങ്ങെടുത്തിട്ട് ഞാൻ അവിടെ നിന്ന് നേരെ അപ്പോൾ എൻ്റെ കൂടെ വന്ന ഒരാൾ പറഞ്ഞു, ഇത് അച്ഛൻ അങ്ങ് എടുത്തു, എനിക്ക് വേണ്ട. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ എടുക്കത്തില്ല, ഞാനിത് പോലീസ് സ്റ്റേഷനിൽ അങ്ങ് ഏൽപ്പിക്കത്തേ ഉള്ളൂ, ആരാന്ന് വെച്ചാൽ വന്ന് വാങ്ങിച്ചോട്ടെന്ന് പറഞ്ഞു. ഇതിപ്പോൾ ഏത് പോലീസ് സ്റ്റേഷൻ പരിധിയിലായിരുന്നു? അപ്പോൾ ഏത് സ്റ്റേഷനിലാണ് പോയത്? അവിടെ ചെന്നപ്പോൾ അവരെന്താ പറഞ്ഞത്? അപ്പോൾ ഞാനിത് പൈസ കിട്ടിയപ്പോൾ ഞങ്ങളുടെ പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് കുറത്തിയാട്ടാണ്. അപ്പോൾ കുറത്തിയാട്ട് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഉത്തരവാദിത്വം. അപ്പം ഞാൻ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുചെന്നു. അവിടെ ചെന്നപ്പോൾ അന്നേരം SIയും ആരും അവിടെ ഇല്ല. അപ്പോൾ അവിടെ 2 പാറ പോലീസുകാർ മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ അവരന്നേരം പറഞ്ഞു, സാർ ഇവിടെ നിൽക്കേ, ഞാൻ മാവേലിക്കരയിൽ നിന്ന് SIയെ വിളിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ മാവേലിക്കരയിൽ നിന്ന് SIയെ ഫോൺ വിളിച്ചു. SI വന്നു. എവിടെ നിന്നാണ് കിട്ടിയതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് വെട്ടിയാർ പാലത്തിൻ്റെ ഇപ്പുറത്തു നിന്നാണ് കിട്ടിയത്. അപ്പോൾ എത്ര ഉണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാനൊന്നും എണ്ണിയൊന്നുമില്ല സാറേ, കിട്ടിയതുപോലെ തന്നെ ഞാനിങ്ങനെ സ്റ്റേഷനിൽ കൊണ്ടുവന്നു. അപ്പോൾ ഇവിടെ വന്നപ്പം സാറിൻ്റെ നേതൃത്വത്തിലാണ് ഇത് അവർ തന്നെ അഴിച്ചു. അവർ തന്നെ 5 പോലീസുകാർ കൂടിയാണ് ഇത് എണ്ണാൻ തുടങ്ങിയത്. അപ്പോൾ അവർ എണ്ണി നോക്കിയപ്പോൾ 2,40,000 രൂപയുണ്ട്. അപ്പോൾ അങ്ങനെ എൻ്റെ അഡ്രസ്സും ഫോൺ നമ്പരും എല്ലാം കൂടെ മേടിച്ചിട്ട് പറഞ്ഞു, ആൾ വരുമ്പോൾ ഞാൻ അച്ചായനെ വിളിക്കും, അന്നേരം അച്ചായൻ വരണം, അച്ചായൻ്റെ സാന്നിധ്യത്തിൽ ഈ പൈസ തിരിച്ചു കൊടുക്കത്തുള്ളെന്ന് പറഞ്ഞു. അങ്ങനെ കൊടുത്തേച്ച് ഞാനീ പോരും. പിന്നെ അന്ന് തന്നെ വിളിച്ചോ പോലീസ്? അന്ന് വിളിച്ചില്ല, വിളിക്കുന്നത് ഇന്നലെയാണ് വിളിക്കുന്നത്. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പണമൊക്കെ തിരികെ ഏൽപ്പിച്ചിട്ട് വീട്ടിൽ വന്ന് വീട്ടുകാരോട് ഈ സംഭവം പറഞ്ഞപ്പം അവരുടെ പ്രതികരണം എന്തായിരുന്നു? അപ്പോൾ സ്റ്റേഷനിൽ നിന്ന് ഞാൻ വീട്ടിൽ വന്നപ്പോൾ ഞാൻ ഭാര്യയോട് പറഞ്ഞു, ഇതിൻ്റെ ഉടമസ്ഥർ വരുവാണെങ്കിൽ നമുക്ക് തിരികെ കൊടുക്കണമല്ലോ. അപ്പം ഞങ്ങൾ ദൈവത്തിൽ പ്രാർത്ഥിച്ചു, ദൈവമേ ഇതിൻ്റെ വ്യക്തി ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ വരണേന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവർ വെൺമണി പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് ഇങ്ങനെ പരാതി കൊടുക്കാൻ ചെന്നപ്പോഴാണ് വെൺമണി പോലീസ് സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞത്, എന്താ നിങ്ങൾ വന്നേ? അപ്പോൾ ഞങ്ങളുടെ കുറച്ച് പൈസ പോയി. അപ്പോൾ അവിടുന്ന് വെൺമണി പോലീസ് എന്ന് പറഞ്ഞു, കുറത്തിയാട്ട് പോലീസ് സ്റ്റേഷനിൽ നിങ്ങളെ ആണോ ഇച്ചിരി പൈസ അവിടെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അവർ കുറത്തിയാട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ പോലീസുകാർ പറഞ്ഞു, അങ്ങനെ അന്ന് പറഞ്ഞ ഉടനെ തരാൻ പറ്റത്തില്ല, ഞങ്ങൾ പരിശോധിക്കണം. അപ്പോൾ അവർ തുക പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി 2,40,000 ഈ വ്യക്തിയുടെ തന്നെയാണെന്ന് മനസ്സിലായി. അപ്പോൾ അവർ പറഞ്ഞു, റൂട്ട് മാപ്പ് പരിശോധിച്ചിട്ട് നമ്മൾ ക്യാമറയിൽ ഇവിടെയൊക്കെ നിങ്ങൾ ഇതിലേ വന്നു, ഇതിലേ പോയി, അത് പരിശോധിച്ചിട്ട് കണ്ടെത്തിയിട്ട് ഞാൻ വിളിക്കുമ്പോൾ നിങ്ങൾ വന്ന പണം തിരിച്ചു കൊടുക്കാമെന്ന്. അങ്ങനെയാണ് അവർ പറഞ്ഞ് ഇന്നലെ അവരവിടെ പോലീസ് സ്റ്റേഷനിൽ വന്നത്. സാറിൻ്റെ വീട്ടിലായിരിക്കുന്നുണ്ട്? എൻ്റെ വീട്ടിൽ ഞാനും വൈഫും ഉണ്ട്. മക്കൾ 2 പേരും വെളിയിലാണ്, പുറത്താണ്. അവരോടും പറഞ്ഞു. അവരപ്പോഴത്തേക്ക് ഇത് മൊത്തം പിന്നെ ഇതാക്കുകയും ചെയ്തു, ഫ്ലാഷ് ആക്കുകയും ചെയ്തു. ഇങ്ങനെ പപ്പായ്ക്ക് പൈസ കിട്ടി, പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കണ്ടവർ എന്നെ വിളിച്ച് ചോദിച്ചു. ഈ പണത്തിന്റെ യഥാർത്ഥ ഉടമയെ കണ്ടെത്തിയെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ച് സാറ് പോയപ്പം അവരെ കണ്ടപ്പോൾ എന്താണ് തോന്നിയത്? അവരുടെ പ്രതികരണം എന്തായിരുന്നു? അവർക്ക് എന്നെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് SI ചോദിച്ചു, പൈസ കിട്ടി അച്ഛൻ ഏതാ, ഇങ്ങോട്ടൊന്ന് വാന്ന് പറഞ്ഞു. SIയുടെ അരിക്കിലേക്ക് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛനായതുകൊണ്ടാണ് ഈ പണം ഈ സ്റ്റേഷനിൽ കൊണ്ട് തന്നത്, വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ ഈ പൈസ ഈ വഴിക്കെങ്ങും വരുത്തുമില്ല, ഞങ്ങളോട്ട് അറിയത്തുമില്ല. അന്നേരം SI പറഞ്ഞു, എന്തിയെ ആ പൈസയും കൊണ്ട് വന്ന ആളെന്തിയെ, ഡ്രൈവർ എന്തേ ഇങ്ങ് വരാൻ പറഞ്ഞു. ഡ്രൈവറെ വിളിച്ചു. ഡ്രൈവർ എന്നെ വന്ന് കെട്ടിപ്പിടിച്ചു. അച്ഛനെ ഞാൻ എത്ര നന്ദി പറഞ്ഞാലും തീരത്തില്ല. അച്ഛനെ കിട്ടിയതും സ്റ്റേഷനിൽ കൊടുത്തതും എനിക്ക് വളരെ ഉപകാരമായി. അപ്പോഴേ SI ചോദിച്ചു, ഇതിൻ്റെ മുതലാളി എന്തിയെന്ന് ചോദിച്ചു. മുതലാളിയും വന്നു പറഞ്ഞു, അങ്കിളിനെ ഞാൻ എന്തോ പറഞ്ഞാൽ എനിക്കിതിന് വാക്ക് പോരാതെ വരും, അതുകൊണ്ട് ഈ പണം കിട്ടിയാലേ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് എന്നും പറഞ്ഞ് SIയുടെ ഓഫീസിലേക്ക് ഞങ്ങളെ വിളിപ്പിച്ചു. ഞങ്ങൾ SIയുടെ ഓഫീസിൽ വെച്ച്
ഈ പണം അവർക്ക് കൊടുക്കാനുള്ള അറേഞ്ച്മെൻറ്റ്സ് അവരവിടെ ചെയ്തു. ഇതിപ്പം ആരുടെ ആയിരുന്നു ഈ പണം? ഈ പണം പണം കൊണ്ടുവന്ന ഡ്രൈവർ അടൂർക്കാരനാണ്. പക്ഷേ പണത്തിൻ്റെ ഉടമസ്ഥൻ എന്ന് പറയുന്നത് തിരുവനന്തപുരത്തുകാരനാണ്. അപ്പോൾ അങ്ങനെ കളക്ഷൻ കിട്ടിയ പൈസ തിരികെ കൊണ്ടുപോകുമ്പോഴാണ് ഇങ്ങനെ നഷ്ടപ്പെട്ട്. അപ്പം കിട്ടിയപ്പോൾ അവർക്ക് വളരെ സന്തോഷമായിരുന്നു. ഈ സംഭവം അറിഞ്ഞിട്ട് സുഹൃത്തുക്കളും ഈ നമ്മുടെ നാട്ടുകാരും ഒക്കെ എന്ത് പറഞ്ഞു സാറിനോട്? നാട്ടുകാർക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഈ അറിയിപ്പ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ പത്രത്തിലെ വാർത്ത വന്നു. പിന്നെ മക്കളെല്ലാം ഫോണിനകത്തൂടെ ഹൈജാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും വിളിക്കാൻ തുടങ്ങി. രാപകല് ഒറ്റ വിളിയായിരുന്നു, രാവിലെയും വിളിയായിരുന്നു. ഞങ്ങളുടെ ചർച്ചിലെ മൊത്തം മെമ്പേഴ്സ് വിളിച്ചു. അപ്പോൾ അതെല്ലാം വലിയൊരു ഹാപ്പി ആയിരുന്നു. അപ്പോൾ ഇന്ന് പകൽ കണ്ടവരും പറഞ്ഞു, യോ അച്ഛൻ ഇത് കൊടുത്തത് കൊണ്ട് അച്ഛനെ ഞങ്ങൾ എന്തോ തന്നാൽ പറ്റുമെന്നും പറഞ്ഞ് ഞങ്ങളെ വളരെ ഇത് ചെയ്തു തന്നെ സന്തോഷം പങ്കിട്ടു. ഇന്നത്തെ കാലത്ത് ആർക്കെങ്കിലും ഇങ്ങനെ പണം കിട്ടുവാണെങ്കിൽ അത് അവർ തന്നെ ഉപയോഗിക്കാൻ നോക്കും, ഉടമയ്ക്ക് തിരിച്ചു നൽകാൻ കൊടുക്കാതിരിക്കാൻ ശ്രമിക്കും. അങ്ങനെയുള്ള കാലഘട്ടത്തിൽ സാറിന് യുവതലമുറയോട് എന്താണ് പറയാനുള്ളത്? SI എന്നോട് പറഞ്ഞു, അച്ഛൻ്റെ പ്രായത്തിൻ്റെ അനുസരിച്ച് ഈ പണം കിട്ടിയത് കൊണ്ട് ഞങ്ങളെ ഏൽപ്പിച്ചു. ഇതൊരു യുവതലമുറയായിരുന്നെങ്കിൽ അവർ ഈ പണം അടിച്ചു പൊളിച്ച് ഇത് തീർക്കേണ്ട രീതിയിൽ അവർ തീർത്തേനെ. അതുകൊണ്ട് അച്ഛനെ കാണിച്ച നല്ല മാതൃക ഈ പഞ്ചായത്തിന് എന്നും ഒരു അഭിമാനമായിരിക്കട്ടെ എന്ന് SI എന്നോട് സംസാരിക്കാനിടയായി. പണം ചിലപ്പോൾ നഷ്ടപ്പെടാം, പക്ഷേ മനുഷ്യത്വം നഷ്ടപ്പെടുത്തരുത്. 2,40,000 രൂപയുടെ മുന്നിലും തൻ്റെ മനസാക്ഷിയെ നഷ്ടപ്പെടുത്താതെ ശാമുവേൽ സാർ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരു സത്യമാണ്. നന്മ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ആ നന്മയ്ക്ക് സാറിന് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.